അരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു. അതായത് അടുപ്പിലേക്ക് കാര്യങ്ങൾ വഴറ്റാനായിട്ട് തുടങ്ങുന്ന ആ സമയത്ത് വെള്ളത്തിലേക്ക് ഇടുക അരി. അരമണിക്കൂറിൽ കൂടുതൽ കുതിരരുത്, പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ ചോറ്. അപ്പം കഴുകി എടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ചിക്കനും അതിൽ ഒഴിച്ച വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ട് ഒന്ന് തിളച്ച് നന്നായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ ഈ കഴുകിയ വലിയ അരി അതിനകത്തേക്ക് ഇടും. എന്നിട്ട് ഇതെല്ലാം കൂടി കിടന്ന് വെന്ത് വറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രോസസ്. അപ്പോൾ ചിക്കൻ പാകത്തിന് വെള്ളം ഒക്കെ ഒന്നിച്ചാക്കി വെച്ചിരിക്കുകയാണല്ലോ, ആ മസാലയും എല്ലാം കൂടി. ഇപ്പോൾ നന്നായിട്ട് തിള വന്നു തുടങ്ങി. അങ്ങനെ വെട്ടിത്തിളയ്ക്കുന്ന ആ ഒരു പാകത്തിൽ അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിള വരും. അപ്പം അതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് കഴുകി നന്നായിട്ട് ഊറ്റിയെടുക്കണം, ഒട്ടും വെള്ളമില്ലാണ്ട് അത് ചേർക്കണം. ഇത് 1.5 കിലോ ജീരകശാല അരി. അപ്പോൾ അരിയും ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി പാത്രം ഒന്ന് അടച്ചിടുന്നു, തീ കുറയ്ക്കുന്നു. പിന്നെ ആ ചെറിയ തീയിൽ കടന്നിട്ട് എല്ലാ പാകത്തിന് വെന്ത് വറ്റി കിട്ടും. അതായത് ചിക്കൻ്റെ പീസസ് നന്നായിട്ട് വേകും, പെട്ടെന്ന് തന്നെ വേകുമല്ലോ. കാര്യം ബ്രോയിലർ ചിക്കനാണ്. പിന്നെ വെള്ളത്തിൽ കുതിർത്ത അരിയാണ്, അതും പെട്ടെന്ന് വേകും. അപ്പോൾ ഇതെല്ലാം ഒരേ ടൈമിൽ വെന്ത് കിട്ടണം ഒരുപോലെ, അതിൻ്റെ വേഗ് ചിക്കൻ്റെയും റൈസിൻ്റെയും. അതിനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരല്പസമയം ദമ്മിലിടും അല്ലേ, 15 മിനിറ്റ്. ദോശയുടെ തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്. അങ്ങനെ വെക്കുമ്പോൾ തീ പിടിക്കില്ല. കറക്റ്റായിട്ട് അടിയിൽ നിന്ന് മുകളിൽ നിന്ന് അങ്ങനെ ഒരു അമങ്ങി കിട്ടും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യും. അപ്പോൾ അടപ്പ് മാറ്റി പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് ആയില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ. വെള്ളം ഏകദേശം വറ്റി, ചോറൊക്കെ കുറച്ച് വേഗം മാത്രം ബാക്കിയുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇത് നെയ്യ് ചേർക്കുകയാണ്. കുറച്ച് നെയ്യ് ചേർത്ത് ഇളക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആ കളർ ഒരു യെല്ലോ കളറില്ല, ഒരു പ്രത്യേക കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചോറ് കോരി ഇട്ടാണ് ഇളക്കി. അത് ഒരുപാടിട്ട് ഉടയ്ക്കരുത്. ഇനിയിപ്പോൾ ഏതാണ്ട് വെള്ളം വറ്റി, ഒരു അല്പം വേഗം മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി വെള്ളവും നന്നായിട്ട് വറ്റും. ഇനിയിപ്പോൾ ദമ്മിലേക്ക് ഇടാൻ പോവാണ്. പാത്രം അടച്ചു അല്ലേ, മാറ്റാൻ പോകല്ലേ ദോശക്കല്ലിൻ്റെ. അപ്പോൾ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രത്തോടു കൂടി എടുത്ത് വെച്ചിട്ട് ചെറിയ തീ സിമ്മിലിടും. അപ്പോൾ ദോശക്കല്ലൊന്ന് ചൂടാകാൻ വേണ്ടി ആദ്യം നന്നായിട്ട് തീയിൽ വെച്ചു, അത് ഞാൻ തീ കുറച്ചു, സിമ്മിലാണ്. ഇനി ഒരു 15 മിനിറ്റ്സ് ടൈം. ഇതിൻ്റെ അടപ്പ് നല്ല കറക്റ്റ് ആണെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ടൊന്നും ഒട്ടിച്ച് വെക്കേണ്ട, മാവ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, മേളിൽ വെയിറ്റ് ഒന്നും എടുത്ത് വെക്കേണ്ട. നല്ല എന്താ പറയുക, ഫിക്സ് ആയിരിക്കുവാണ്. 15 മിനിറ്റ്സ് അല്ലേ, 15 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എല്ലാ പാകത്തിനും വെന്ത വെള്ളമൊക്കെ വറ്റി എടുത്ത് വിളമ്പിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു 15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ദമ്മിൽ നിന്നപ്പോൾ തീ ഓഫ് ചെയ്തു, അടപ്പ് തുറന്നു. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി നോക്കി. അപ്പോൾ കറക്റ്റ്. ഇനി അന്നേരം ഇത് ഇച്ചിരി ഒന്ന് ആ ഒരു ചൂട് പോയി കഴിഞ്ഞിട്ട് ഇളക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ, അല്ലെങ്കിൽ കുഴഞ്ഞു അത് കുറച്ചുകൂടി ഒന്ന് കുഴയും. അപ്പം ഇനി ഇത് ആവശ്യാനുസരണം വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. ഓക്കെ, താങ്ക് യു. അപ്പം നല്ല മണം.
ശരിക്കും ഭയങ്കര എന്താ പറയുക, നല്ലൊരു എറോമ എന്നൊക്കെ പറയുന്ന ശരിക്കും ടേസ്റ്റുള്ള ഒരു ടേസ്റ്റിയാണ് എന്ന് ആ മണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മണം. നല്ല ചൂടാണ്. ഇച്ചിരി തണുത്തിട്ട് കഴിച്ചാൽ കറക്റ്റ്. പക്ഷെ നന്നായിട്ട് നല്ലതിന് ഫ്ലേവറും ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. സലാഡ്, അച്ചാറ്, എന്താ സാധനം ഇവിടെ അത് ഓക്കെ, അങ്ങനെയും കഴിക്കാം. എന്തായാലും വെരി ടേസ്റ്റി. അപ്പോൾ ഷബീനയുടെ അല്ല സ്പെഷ്യൽ കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി. ഇത് എന്താ പറയണ്ടേ, ശരിക്കും എല്ലാം നന്നായിട്ട് ആ ചിക്കൻ്റെ സ്വാദും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചോറെല്ലാം പാകത്തിന് വന്നു, നന്നായിട്ടുണ്ട്. മണം പോലെ തന്നെ രുചി. താങ്ക് യു കേട്ടോ.